Diya Krishna and Ashwin Ganesh, the couples, they are pregnant. ഇന്നലെ അവരുടെ വ്ളോഗ് വന്നിട്ടുണ്ടായിരുന്നു. ട്രെൻഡിങ് നമ്പർ 1 ഇപ്പോൾ കുറേ റിയാക്ഷൻ വീഡിയോ വരുന്നുണ്ട്. അവർ സ്കാനിങ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. സോ ആദ്യമേ പറയട്ടെ, 3rd മന്ത് സ്കാനിങ്ങിൽ ബേബിയുടെ ജെൻഡർ എന്താണെന്ന് അറിയാൻ പറ്റില്ല എന്നാണ് ഞാൻ വായിച്ചിടത്തോളം നോക്കിയിടത്തോളം കണ്ടത്. അങ്ങനെ തന്നെയാണ് നമ്മൾ ഒക്കെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അങ്ങനെയാണ് തന്നെയാണ് ഡോക്ടേഴ്സ് പറയുന്നത്. 5th മന്തിലാണ് 20th വീക്കിലാണ് ജെൻഡർ അറിയാൻ പറ്റുക. ജെൻഡർ റിവീൽ ചെയ്തുകൊണ്ടുള്ള സ്കാനിങ് ചെയ്യുന്നത്, ജെൻഡർ റിവീൽ ചെയ്യുന്നത് പേരൻസിൻ്റെ അടുത്തോ ഇൻസ്റ്റെഡ് ഓഫ് ദറ്റ് സ്കാനിങ് പേഴ്സൺ അല്ലാതെ വേറെ ആർക്കും അറിയുന്നത് തെറ്റ് തന്നെയാണ്. അത് ക്രൈമാണ് ഇന്ത്യയിൽ. ചെന്നൈയിലെ ഇർഫാൻ എന്ന് പറയുന്നൊരു വ്ളോഗർ അതിനുവേണ്ടി ജെൻഡർ റിവീൽ ചെയ്തതിൻ്റെ പേരിൽ അറസ്റ്റായിരുന്നു. സോ ഇവിടെ ദിയ വ്ളോഗിൽ ഒരിടത്തും കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ ഏഞ്ചൽ ആണും പെണ്ണും ഉണ്ട്. ഓക്കെ, ഏഞ്ചൽ ആർക്കേഞ്ചൽ മൈക്കിൾ ഒരു മെയിൽ ഏഞ്ചലാണ്. സോ ഏഞ്ചൽ എന്ന് പറഞ്ഞുകൊണ്ട് അത് പെണ്ണാണ് എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ ആണിനെയും പെണ്ണിനെയും ഫീമെയിൽ ഏഞ്ചലും മെയിൽ ഏഞ്ചലും ഉണ്ട്. അല്ലാതെ വ്ളോഗിൽ എവിടെയും പെണ്ണാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ആ സ്കാനിങ് റിപ്പോർട്ട് നല്ല ക്ലിയർ ആയിട്ട് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാവുന്ന ഡോക്ടർക്കോ ഒരു റേഡിയോളജിസ്റ്റിനോ ഉറപ്പായിട്ടും ആ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ പറ്റുമായിരിക്കാം. സോ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് കാണിക്കേണ്ടായിരുന്നു, ഇത്ര ക്ലോസ് ആയിട്ട് ക്ലിയർ ആയിട്ട് കാണിക്കേണ്ടായിരുന്നു. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇത്ര ധൈര്യം വന്നല്ലോ നമ്മുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനെ പബ്ലിക്കിന് ഇങ്ങനെ സ്കാനിങ് റിപ്പോർട്ടിലേ കാണിക്കാൻ. നമ്മളൊക്കെ പറയത്തില്ലേ കണ്ണ് തട്ടും എന്നൊക്കെ പറയും. ഞാൻ അങ്ങനെ വിചാരിച്ചു, അങ്ങനെ കാണിക്കേണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. ബ്ലറാക്കാമായിരുന്നു എന്ന് വിചാരിച്ചു. എക്സൈറ്റ്മെൻറ്റ് ഈസ് ഗുഡ്, ബട്ട് ഓവർ എക്സൈറ്റ്മെൻറ്റ് പാടില്ലായിരുന്നു. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ദിയ കോൺട്രവേഴ്സിയിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ആരോടും ഒന്നും പ്രൂവ് ചെയ്യാനായിട്ടൊരു ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മളുടെ ജീവിതം നമ്മൾ ജീവിച്ച് തീർക്കണം. അല്ലാതെ പബ്ലിക് എന്തെങ്കിലും പറയുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും കമൻ്റ് ഇടുന്നു, വ്ളോഗ് ഇടുന്നു, റിയാക്ഷൻ ചെയ്യുന്നു എന്ന് വെച്ച് ലെറ്റ് ദം ഡു. വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവരത് ചെയ്യില്ലല്ലോ. റിയാക്ട് ചെയ്യാൻ പോകുമ്പോഴാണ് പിന്നെ ചെയ്യുന്നത്. അതിൻ്റെ പേരിൽ നമ്മളുടെ ലൈഫിനെ എടുത്ത് നീയൊക്കെ പോടാ, ഞാനൊക്കെ അടിപൊളിയായിട്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ഒരു വികാരത്തിൻ്റെ പുറത്ത്, ഒരു ഫീലിങ്സിൻ്റെ പുറത്ത് നമ്മളൊരിക്കലും ഇമോഷൻസിൻ്റെ പുറത്തൊരു ഡിസിഷൻ എടുക്കാൻ പാടില്ല. അങ്ങനെ എടുത്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് ദിയയ്ക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ എനിക്ക് തോന്നുന്നില്ല ചാൻസ് ഉണ്ടെന്ന്. ബിക്കോസ് ഷീ ഡിഡ്ന്റ് ടോൾഡ് എനിബഡി ദാറ്റ് എനിക്ക് പെങ്കൊച്ചാണ് ആങ്കൊച്ചാണ് ഉണ്ടാകുമെന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ആ സ്കാനിങ് സെൻറ്ററിന് കുറച്ച് പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ആ സ്കാനിങ് റിപ്പോർട്ട് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ്സും കുട്ടിയുടെ മൂവ്മെൻറ്റും ഒക്കെയാണ് പറയുന്നത്. ഞാൻ കേട്ടത് സ്പൈനൽ കോഡ് കാണിക്കുന്നുണ്ട്. അല്ലാതെ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് അവരോട് പറയുന്ന പാർട്ടൊന്നും ആ വീഡിയോയ്ക്കകത്ത് കാണുന്നില്ല. പക്ഷേ ആ സ്കാനിങ് റിപ്പോർട്ട് അത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അതിനകത്ത് കാണുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് പഠിച്ചവർക്ക് ഉറപ്പായിട്ടും ചിലപ്പോൾ അതിൻ്റെ ജെൻഡർ അറിയാൻ പറ്റുമായിരിക്കാം. അങ്ങനെ പറയുന്നത് ഇന്ത്യയിൽ അത് തെറ്റാണ്, അത് ക്രൈമാണ്. ഒരു ജെൻഡർ പറയാൻ പാടില്ല. ബിക്കോസ് അങ്ങനെ കുറേ സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടായത് കൊണ്ടാണ് ഈ ഒരു നിയമം വന്നത്. കാരണം പെണ്ണാണെങ്കിൽ പെൺകുട്ടി വേണ്ട എന്നുള്ള ഡിസിഷൻ അങ്ങനെ കുറേ ആൾക്കാർ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊക്കെ മാറി. എന്നാലും ആ നിയമം മാറിയിട്ടില്ല ഇന്ത്യയിൽ. പിന്നെ 3rd മന്ത് സ്കാനിങ്ങിൽ ഒരിക്കലും ഒരു കുട്ടിയുടെ ജെൻഡർ അറിയാൻ പറ്റില്ല. 3rd മന്ത് ആണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ജെൻഡർ അറിയാൻ പറ്റില്ല. 20th വീക്ക് 5th മന്തിൽ മാത്രമേ ഒരു കുട്ടി ആണാണോ പെണ്ണാണോ എന്നറിയാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ എൻ്റെ ഡോക്ടർ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചപ്പോഴും പറഞ്ഞു, ഒരിക്കലും 3rd മന്തിൽ അറിയാൻ പറ്റില്ല എന്നാണ്. പിന്നെ നിയമപരമായിട്ട് പറയാൻ പറ്റുന്നത് അങ്ങനെ ജെൻഡർ പറഞ്ഞെങ്കിൽ അത് തെറ്റാണ്. ഞാൻ വീഡിയോ കണ്ടിട്ട് ഞാൻ എവിടെയും ജെൻഡർ ആ കുട്ടി പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അവരിത് പ്രഗ്നൻ്റ് ആണ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. ദിയയുടെ വീഡിയോ ട്രെൻഡിങ് നമ്പർ 1 വന്നേനെ. ഇത്രയും സ്കാനിങ് റിപ്പോർട്ടൊന്നും കാണിക്കേണ്ട കാര്യമില്ല. കാണിച്ചാൽ തന്നെ അത് ബ്ലർ ചെയ്ത് കാണിക്കാമായിരുന്നു. വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു. ബേബി മൂവി ചെയ്യുന്നത് വരെ കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ വെച്ചു, നമുക്കങ്ങനെ പേടിയാണല്ലേ കുട്ടികളെ അങ്ങനെ പുറത്ത് കാണിക്കുന്നത്. നമുക്കൊരു കാത്തിരുന്നുണ്ടാകുമോ. നമ്മുടെ കുട്ടി എപ്പോഴും നമുക്ക് പ്രഷ്യസാണ്. ഞാൻ അപ്പോഴേ വെച്ച് ഇത് കാണിക്കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. കറക്റ്റായിട്ട് പ്രോബ്ലമായി. വേണ്ടായിരുന്നു, എന്താ പറയണ്ടേ,
കുറച്ച് വിവേകം വളരെ കുറവാണ് ആ കുട്ടിക്ക്. അത് എന്താണെന്നറിയില്ല. മറ്റുള്ളവർ പറഞ്ഞോട്ടെ, നിങ്ങൾ നല്ലൊരു ലൈഫല്ലേ ജീവിക്കുന്നത്, അത് ജീവിച്ച് കാണിച്ചു കൊടുക്കൂ. എന്തിനാണത് ജീവിച്ച് പ്രാക്ടിക്കലായിട്ട് ജീവിച്ച് മറ്റുള്ളവർ ഓക്കെ എന്ന് പറയണം, സ്വയമേധയാ പറയണം, അല്ലാതെ നമ്മൾ പറയിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഓക്കെ. പക്ഷേ ആ സ്കാനിങ് സെൻറ്റർ നടത്തിയ വ്യക്തി ഒരിക്കലും അതിന് അയാൾക്കറിയത്തില്ലായിരിക്കും, വീഡിയോ എടുക്കുമായിരുന്നു, നമുക്കറിയില്ല അതിനെക്കുറിച്ച്. അയാളുടെ കാര്യങ്ങൾ ഇവരോട് പറഞ്ഞു കൊടുത്തു. പക്ഷേ അവിടെ എവിടെയും അയാൾ ഇതാണ് ജെൻഡർ എന്ന് പറയുന്നത് ഞാൻ കണ്ടില്ല. ഹാർട്ട് ബീറ്റ്സ് നോർമലായിട്ട് നമ്മളോടൊക്കെ പറയുന്നുണ്ട്, ഹാർട്ട് ബീറ്റ്സ് ഓക്കെയാണ്, ഇതാണ് ഹാർട്ട് ബീറ്റ്സ്, ഇങ്ങനെ മൂവ്മെൻ്റ് ഉണ്ട്, മൂവ്മെൻറ്റ് കറക്റ്റാണ്, ഹെൽത്തിയാണ്, അതൊക്കെ സാധാരണ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആ ഒരു സ്ക്രീൻ വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് കാണിച്ചത് കൊണ്ട് അറിയാവുന്നവർക്ക്, ഒരു ഡോക്ടർക്കോ ഒരു ഗൈനക്കോളജിസ്റ്റിനോ അല്ലെങ്കിൽ സ്കാൻ ചെയ്യുന്നവർക്കോ ഉറപ്പായിട്ടും ആ കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അറിയാമായിരിക്കാം. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അങ്ങനെ വേണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാകാൻ സാധ്യതയുണ്ടെങ്കിലേ ഉള്ളൂ. ദിയയ്ക്ക് വേണേൽ വീഡിയോയ്ക്കകത്തുനിന്ന് ആ ഒരു ചെറിയ പാർട്ട് കട്ട് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമില്ല. നമുക്ക് അതിനകത്ത് പോയി എഡിറ്റ് ചെയ്ത് ഒന്നെങ്കിൽ ബ്ലറാക്കാം, അല്ലെ അപ്ലോഡ് ചെയ്ത് മാറ്റാം. എന്തെങ്കിലും സ്റ്റിക്കറെങ്കിലും ഇട്ട് അത് ഹൈഡ് ചെയ്താൽ അത് എല്ലാം കൊണ്ടും നല്ലതാണ്. നമ്മളങ്ങനെ ഇപ്പോൾ ദിയയുടെയൊക്കെ വീഡിയോ, ദിയ പ്രഗ്നൻ്റ് ആണെങ്കിലും ദിയയെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ദിയ അശ്വിൻ്റെ ഒരു ക്യൂട്ട് കപ്പിളാണ്, അതെല്ലാവരും തന്നെ കാണും. പിന്നെ എന്താണ് ദിയ ചെയ്യുന്നതെന്ന് ആൾക്കാരിങ്ങനെ നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് കോഷ്യസായിട്ട് ചെയ്താൽ നല്ലത്. ഇർഫാൻ ഇവിടെ ഒരു ഫുഡ് വ്ളോഗറാണ് ചെന്നൈയിൽ. ഇർഫാൻ ആണാണ് പെണ്ണാണോ എന്നുള്ള കാര്യം അങ്ങ് പബ്ലിഷ് ചെയ്തത് കൊണ്ടാണ് ഇർഫാന് പ്രശ്നമുണ്ടായത്. ഒരു തമിഴ് വ്ളോഗർ അതിനുവേണ്ടി അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്നൊരു ഒരു റിവ്യൂവിൽ ഞാൻ കണ്ടു. ആരുടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞാനത് കണ്ടുകൊണ്ടാണ് നോക്കിയത്. പുള്ളി അത് ദുബായിൽ പോയിട്ട് സ്കാൻ ചെയ്ത് ഇവിടെ വന്ന് പറയുകയാണ് ചെയ്തത്. അങ്ങനെ ദിയ പറഞ്ഞിട്ടില്ല. ഞാൻ ആ വ്ളോഗ് കണ്ടിരുന്നു. ദിയയുടെ വ്ളോഗിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ടൈറ്റിലിൽ മാത്രം അവർ ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ പെണ്ണാണ് എന്നുള്ള ധാരണ തെറ്റാണ്. ആണേഞ്ചലും പെണ്ണേഞ്ചലും ഉണ്ട്. ഓക്കെ. ആർക്കേഞ്ചൽ മൈക്കിൾ എന്ന് പറയുന്ന ഒരു ഏഞ്ചലുണ്ട്, മിഖായൽ എന്ന് പറയുന്ന ഒരു ഏഞ്ചലുണ്ട്, ഒരുപാട് അങ്ങനെ ഉണ്ട്. സോ ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഗേൾ. സോ രണ്ട് ജെൻഡറിലും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഞാനിത് ജസ്റ്റ് കണ്ടപ്പോൾ, ഞാൻ ഇന്നലെ തന്നെ വീഡിയോ കണ്ടിരുന്നു. ദിയ പ്രഗ്നൻ്റ് ആണ്. എനിക്ക് ദിയ ഇഷ്ടമാണ്. ദിയ വളരെ സിമ്പിളായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ആൾക്കാരെല്ലാം കൂടെ എടുത്തിട്ട് റിവ്യൂ ചെയ്ത് ആ കുട്ടിക്ക് സ്വന്തമായിട്ട് തിങ്ക് ചെയ്യാനുള്ള ഒരു ഇത് ഇട്ടിട്ട് എന്തൊക്കെയോ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല. അവരുടെ സിംപ്ലിസിറ്റിയാണ് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. ഒരു പൊങ്ങച്ചമില്ല. എന്നുവെച്ചാൽ അവരുടെ ഒരു ടൈപ്പ് ഓഫ് ടോക്കിംഗ് ഒരു രീതിയാണ്, അത് വേറെ വിഷയം. പക്ഷേ വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെയാണ് ഞാൻ ദിയയെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. ഉള്ള കാര്യമുള്ള പോലെ പറയും, കുക്കിംഗ് ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു ദിയെ. ഇപ്പോഴും ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെയല്ല, എനിക്കാരോടും ഒരു ദേഷ്യമൊന്നുമില്ല. എനിക്കെന്ത് പേഴ്സണൽ വെഞ്ചറാണുള്ളത്, നത്തിങ്. ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടപ്പോൾ അക്കോർഡിംഗ് ടു ലോ ഇത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ ബേബിയുടെ ജെൻഡർ പറയാൻ പാടില്ല എന്നൊരു നിയമം നമുക്കിവിടെ ഉണ്ട്. അത് വളരെ സ്ട്രോങ് ആണ്. ഇതിനകത്ത് ദിയ ജെൻഡർ പറയുന്നൊന്നും ഞാൻ കേട്ടില്ല. ഒള്ളി ടൈറ്റിലാണ് അങ്ങനെ പറയുന്നത്. പിന്നെ സ്കാനിങ് സ്ക്രീൻ കാണിക്കേണ്ടായിരുന്നു. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ അറിയാവുന്നവർക്ക് അറിയാവുന്നത് കൊണ്ട് അതൊരു തെറ്റാണ്. അത് വേണമെങ്കിൽ ഇപ്പോൾ കൂടെ ബ്ലർ ചെയ്യാം, ഹൈഡ് ചെയ്യാം, കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ വോയിസ് മാറിപ്പോവും. അതുകൊണ്ട് ആ ഭാഗത്ത് വേറെ എന്തെങ്കിലും യു ക്യാൻ അറ്റാച്ച് എന്തെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ ചില വീഡിയോസിലൊക്കെ എനിക്കിഷ്ടമില്ലാത്ത പാർട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞും ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. സോ യു ക്യാൻ ഡു ദാറ്റ്. വേണമെങ്കിൽ ബ്ലറാക്കാം, എന്തെങ്കിലും സ്റ്റിക്കർ ആഡ് ചെയ്യാം. ലോട്ട് ഓഫ് ഓപ്ഷൻസ് അത്. നിങ്ങളൊക്കെ എക്സ്പീരിയൻസ്ഡ് യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് നന്നായിട്ടറിയാമായിരിക്കും. ഞാനിത് തേടി കണ്ടുപിടിച്ചാണ് ഞാനത് കട്ട് ചെയ്ത് മാറ്റി. ഒത്തിരി പഠിച്ചിട്ടൊക്കെ ഏതോ ഒരു വീഡിയോ കിടപ്പുണ്ട് അതിൻ്റെ, അത് ഞാൻ ഓർക്കുന്നില്ല ആരുടെയാണ്. സോ യു ക്യാൻ ഡു ദാറ്റ്. ഇതിനു വേണ്ടി ഇനി റെസ്പോണ്ട് ചെയ്യാതിരുന്നാൽ നല്ലത്. ബിക്കോസ് യു ആർ പ്രഗ്നൻറ്റ് ദിയ. ജസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺ യുവർ ഹെൽത്ത് ഓഫ് ദ ബേബി. യുവർ മൈൻഡ് ഷുഡ് ബി ഹെൽത്തി. സോ ഈ ടോക്സിക് വിഷയങ്ങളെല്ലാം വിട്ടിട്ട് കോൺസെൻട്രേറ്റ് ഇൻ യുവർ തിങ് ആൻഡ് എന്താ പറയണ്ടേ, ആരെയും കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക. ആരും തന്നെ
ലൈഫിൽ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഒന്നും ആരും കൺവിൻസ് ഒന്നും ആവില്ല. നമ്മൾ എത്ര പറഞ്ഞാലും ആരും കൺവിൻസ് ആവില്ല. അവർ ഒരു മനസ്സിലൊരു പിക്ചർ വെച്ചിട്ടുണ്ട്, ഒരു ഇമേജ് വെച്ചിട്ടുണ്ട്, ഒരു ഡിസിഷൻ വെച്ചിട്ടുണ്ട്, ഒരു ജഡ്ജ്മെൻറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് ആരും മാറില്ല. നമ്മളെ തന്നെ മനസ്സിലാക്കിയാൽ മതി പബ്ലിക്കിനെ മനസ്സിലാക്കാൻ. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെങ്ങനെയൊക്കെ ചിന്തിക്കുന്നു, നമ്മളെന്തൊക്കെ നെഗറ്റീവ് ചിന്തിക്കുന്നു, പോസിറ്റീവ് ചിന്തിക്കുന്നു, നമ്മളെങ്ങനെയൊക്കെയാണ് അതിനെ കാണുന്നത് എന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തെ മൊത്തം മനസ്സിലാക്കാനായിട്ട് അത് മാത്രം മതി.